ഹായ് ഗായ്സ്, ഞാനൊരു ഗൾഫുകാരനായിരുന്നു മസ്കറ്റ്. അപ്പം നാട്ടിലെത്തി, ഗൾഫൊക്കെ ഫിനിഷ് ചെയ്ത് നാട്ടിലെത്തി. ചെറിയ ചെറിയ ഇങ്ങനെ കൃഷികൾ വീട്ടിൽ തന്നെ. അപ്പോൾ ആദ്യത്തെ വെള്ളമെടുക്കാൻ പോവുകയാണ്. കറക്റ്റ് കാണിക്കണേ. നമ്മൾ പിറ്റുന്നുണ്ട്. കോവയ്ക്ക 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 ഉണ്ട്. ഇത് കോവയ്ക്ക 4 കൃഷി. നമ്മളെല്ലാം ചേട്ടൻ്റെ വീട്ടിലാണ്. അത്ര ഇത് എൻ്റെ വീട്ടിൽ 7 വർഷമായിട്ടുള്ളത്. കൊറോണ സമയത്തെല്ലാം ഇത് നല്ല ഒരു ഉപകാരമായ ഒരു ഇതാണ്. കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ വെള്ളം കൃഷ്ണ തുളസി. അപ്പോൾ അത് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന ഒരു ഇതാണ് കൃഷ്ണ തുളസി. എല്ലാവരുടെ വീട്ടിലും ഇത് വെച്ച് പിടിപ്പിക്കുക. നല്ലൊരു ഔഷധമാണ്. ഓക്കെ, ഇത് നമ്മുടെ വീട്ടില് ഒരു 9 വർഷമായിട്ടുള്ള ഒരു മരമാണിത്. വേപ്പല. ഇത് ഷുഗറുള്ളവർക്ക് ഇത് വെള്ളം തിളപ്പിക്കുക. വളരെ നാടൻ അതായത് വേപ്പലയാണ്. ഇത് വെച്ച് വളർത്തുന്നത് വളരെ നല്ലതാണ്. ഇതും വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ, ഇത് നമ്മുടെ ഒരു തെങ്ങായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു ബംഗാളിയെ വിളിച്ചിട്ട് ഒരു മരുന്ന് വെക്കേണ്ടി വന്നു. അതുകൊണ്ട് ഈ ഗതിയായിപ്പോൾ 3 വർഷം കൊണ്ട് കഴിക്കുന്ന ഒരു തെങ്ങായിരുന്നു. ഈ പ്രാവശ്യം വന്നപ്പോൾ ഈ ഗതിയായി. ഇതാണ്ട് അതുകൊണ്ട് ബംഗാളി മരുന്ന് വെച്ചത്. അതോ ബംഗാളികളെ വീട്ടിൽ പോലും കേട്ടരുത്. അതുകൊണ്ട് അടുത്തതുണ്ട്. വീട്ടിൽ പോലും കേട്ടരുത് ബംഗാളികളെ. മനസ്സിലാണ്ട് മരുന്ന് വെപ്പിച്ച് നല്ല ഒരു അടുത്ത വർഷം കായ്ക്കേണ്ട ഒരു തെങ്ങായിരുന്നു. കേക്കരേഖ. അപ്പൊ നമ്മുടെ വീടിന് ലെഫ്റ്റ് സൈഡിൽ ഒരു കുറച്ച് സ്ഥലമുണ്ട്, ഒരു 2 മീറ്റർ. അതിനകത്തുള്ള കൃഷികൾ നോക്കുക. നോക്കുക, മാതളം നമ്മളിപ്പോൾ ഒറ്റയുള്ളൂ. ഒരു 2.5 മാസമായി. ഓമയ്ക്ക, കുഞ്ഞു കുഞ്ഞു ഓമയ്ക്ക ഉണ്ട്. കുഞ്ഞു കുഞ്ഞു ഓമയ്ക്ക മിക്കവാറും ഓമയ്ക്ക തിന്ന് ഇവിടെ ചാവുന്ന ലക്ഷണമോ. ഓമയ്ക്ക എല്ലാം കുറഞ്ഞു കഴിഞ്ഞു. ഇത് ഞങ്ങൾ ഗോവായെന്ന് കൊണ്ട് വെച്ച ഒരു പേരറിയത്തില്ല. ബിരിയാണിക്കെല്ലാം നല്ല ബിരിയാണിക്കിടാൻ സാധാ ചോറിലൊക്കെ ഇട്ടാൽ നല്ല സ്മെല്ലായിരിക്കും. ഏറ്റവും കൂടുതൽ ഉപയോഗം ബിരിയാണിക്ക്. ചുടത്ത് ബിരിയാണിയിൽ. അടുത്തത് സപ്പോട്ട. ഇതാണ് സപ്പോട്ട. ഇതുപോലെ തന്നെ സപ്പോട്ട. ഓമയ്ക്ക വേണ്ടോ. ഒരേ വീട്ടുകളിലും അത്യാവശ്യം വേണ്ട കറിയാപ്പലയെങ്കിലും വെച്ച് വളർത്തണേ. കറിയാപ്പല ഓരോ വീട്ടിലും ആവശ്യമുള്ള കറിയാപ്പല. ഇത് 2 മാസത്തിന് മുമ്പ് ഇട്ട ചീരയാണ്. എന്തായാലും ചീര, റെഡ് ചീര, ഗ്രീൻ ചീര ഇവിടെയുണ്ട്. അടുത്തത് മഞ്ഞൾ. ഗായ്സ്, മഞ്ഞൾ ഉണ്ടോ? എല്ലാ ഐറ്റവും ഉണ്ട്. ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല. മഞ്ഞൾ, ചീര പോന്നുണ്ടോ? നമ്മുടെ ഇളയ മോൻ അത് കണ്ടോ, ചീര വളർന്ന് അവൻ്റെ അത്രയായി. അത് അവനിങ്ങനെ ഓലയ്ക്കാൽ വെച്ചതുണ്ടോ, സപ്പോർട്ട്. എത്ര അവൻ നോക്കുന്ന ഓല ഉണ്ടോ. ഇതെൻ്റെ ഇളയ മോൻ്റെ പരിപാടിയാണ്. ഗൈസ്, അടുത്ത എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണിത്. അപ്പോൾ അവിടെ ഇതൊരു പാഷൻ ഫ്രൂട്ട്, പിന്നെ കോവയ്ക്ക, 2 മിക്സാണിത്. അതിൽ അതിൽ ഒരു വേപ്പ് മരമുണ്ട്. ഓക്കെ, പിന്നെ അതാണ്ട് അതിമനോഹരമായി 4 മാസമായി ഒരു ഓമമരം. ചെറിയ ബിസ്ക്കറ്റുണ്ട്. അടുത്ത വിളവെടുപ്പ് ഗൈസ്. അതിൻ്റെ കോവയ്ക്ക. കിട്ടിപ്പോയി. കോവയ്ക്ക കിട്ടിപ്പോയി.
ഇത് നമ്മുടെ വീട്ടിൻ്റെ ഒരു പേരമരമാണ്. പേര ശരിക്ക് പേര വരും. ഇത് 80 വർഷമായ കറിയാപ്പലയാണ്. നമുക്ക് ആവശ്യത്തിന് കടയിൽ നിന്ന് കെമിക്കലില്ലാത്ത മെഡിസിനേറ്റ് ഇതുപോലെ വെച്ച് പിടിക്കും. വാഴയുണ്ട്, കണ്ട വാഴ ഇങ്ങോട്ട് വാ. ഇതൊരു തെങ്ങ് 3 വർഷം കൊണ്ട് കായ്ക്കും കരുനാപ്പള്ളി ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴിങ്ങനെ 1 വർഷം, 2 വർഷം, 3 വർഷം, 4 വർഷം, 5, 6, 7 വർഷമായിട്ടും അങ്ങനെ തന്നെ നിൽക്കുക. വെട്ടിക്കളയാനുള്ള പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 കൂമ്പ് വന്നു. പേടിച്ച് ഇതേണ്ട കൂമ്പ് അതുകൊണ്ട് കാണിച്ച പേടിച്ച് 2 കൂമ്പ് വന്നു. അപ്പം അതിൻ്റെ 4 വശവും കണ്ട ഇതാണിത്. ഇത് മഞ്ഞള്, വഴുതനങ്ങ, തക്കാളി പൂത്ത് വേണ്ട തക്കാളി പൂത്ത് ഒക്കെ നമുക്ക് ചുമ്മാതിരിക്കുന്ന സമയത്ത് ഇങ്ങനൊക്കെ വെച്ച് കഴിഞ്ഞതുണ്ടോ അങ്ങ് പോവാ നീളത്തെ. ഇത് മുരിങ്ങ മരം, ഭാര്യയുടെ സ്പെഷ്യൽ കൃഷിയാണ്. എലവേര. പിന്നെ ഞങ്ങളുടെ അമ്മ ഒരു തെങ്ങ് വെച്ചിട്ടുണ്ട്. ഏത് ഗതിയാകുമെന്ന് എനിക്കറിയാൻ വയ്യ. വേണ്ട നെല്ലിമരം സൂപ്പർ. നെല്ലി വന്നില്ല, നമ്മൾ അടുത്ത പ്രാവശ്യം കട്ട് ചെയ്ത് കളയുക. അവിടെ മരമുണ്ട്. ചക്ക വേണ്ട അടിപൊളി ചക്ക, വരിക്കച്ചക്ക ഇറങ്ങി അങ്ങോട്ട് അതിനകത്താണ്. അങ്ങനെ കട്ട് ചെയ്തു. ഇത് നമ്മുടെ ഒരു മുരിങ്ങ മരമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെട്ടിക്കളഞ്ഞതാണ്. വീണ്ടും അതങ്ങനെ നിർത്തിയതുണ്ട്. അതിന്റെ ആയുസ് കണ്ടോ, വീണ്ടും കിളിച്ച് വന്നിരിക്കുകയാണ്. ഇത് ഇരുമ്പിപ്പുളി നല്ല കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളുകൾക്ക് വളരെ നല്ലതാണ് ഇരുമ്പിപ്പുളി. മേലിൽ കൂടുതലുണ്ട്. ഓക്കെ, ഞാനിത് ഒരു 3 മാസത്തിന് മുമ്പ് ഗൾഫിൽ പോണ സമയത്ത്, അപ്പോൾ എൻ്റെ 2 മക്കൾ, ഒരു മോൻ്റെ പേര് ബെളിൻ, ഒരു മോൻ വെൽഡൻ, ഭാര്യ പ്രീതി, എൻ്റെ പേര് ബേബി വള്ളിക്കാവ്. അപ്പം 3 മാസത്തിന് മുമ്പ് കൃഷിക്ക് ആവശ്യമായ കുറച്ച് വളം 120 രൂപയുടെ വളം, പിന്നെ മരുന്ന് ഒരു 150 രൂപ, പിന്നെ വേറെ എന്തുമായിരുന്നു അത്, അതിൻ്റെ ഈ കുരു ഇതിൻ്റെ എല്ലാം കുരു ഒരു 150 രൂപ, എല്ലാം കൂടെ ഒരു 500 രൂപയുടെ മേടിച്ചു കൊടുത്ത് എല്ലാം നട്ടിട്ട് പോയതാണ്. ഇപ്പം ഞാൻ ഒരു 2.5 മാസം കഴിഞ്ഞ് വന്നപ്പോൾ ഇത്രയും നമുക്ക് വിളവെടുക്കാൻ സാധിച്ചു. അപ്പം ഇനിയുണ്ട്. ഇതുണ്ട് ഒരു വാഴ കൊലച്ചിതുണ്ട്. 9 പഴമുണ്ട്. 9 പഴം. ഓക്കെ ഗൈസ്, 9 പഴം. അത് കളയുന്നില്ല. വാഴയുടെ കൂമ്പ് ഇതുണ്ടോ, തോരൻ വെക്കാൻ വളരെ നല്ലതാണ്. ആരും വേസ്റ്റായി കളയരുതും. എൻ്റെ വിളവെടുപ്പാണ്, 3 മാസത്തെ വിളവെടുപ്പാണ്. 500 രൂപ ചെലവ് നടക്കുമല്ലോ. ഉണ്ടോ ഗൈസ്, അതിൻ്റെ കൂമ്പ് തോരൻ ഉണ്ടോ ഗൈസ്. ഇതാണ് വളരെ എൻ്റെ ഇളയ മോൻ വെച്ച വാഴയായിരുന്നു വെൽഡൻ. ഈ നിൽക്കുന്ന വെൽഡൻ, ഇത് വെൽഡൻ വെച്ച വാഴയായിരുന്നു. കണ്ടോ കൊല കണ്ടോ. നമുക്ക് അത് ചാഞ്ഞിട്ട് കഴിഞ്ഞ മഴയത്ത് ഇതങ്ങ് ചാഞ്ഞ് പിന്നെ നമ്മളത് വെട്ടിയെടുക്കേണ്ടി വന്നു. അതിൻ്റെ ഇത്ര ചെലവ് 600 രൂപ. വേണ്ട കോവയ്ക്ക ഇപ്പം കിട്ടിയതാണ്. അപ്പോൾ നമ്മുടെ 500-600 രൂപയുടെ വിളവെടുപ്പാണ് 3 മാസം കൊണ്ടുള്ളത്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു പുതിയൊരു കർഷകനാണ്. എല്ലാവരും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ ഗായ്സ്, ഇത് ഇളയമോൻ, മൂത്തമോനാണ് ക്യാമറാമാൻ. അടുത്ത വീഡിയോയിൽ ക്യാമറാമാനെ കാണിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.